ഹലോ വെൽക്കം ബാക്ക് ടു സിവിലിയൻസ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ടൊരു കീ ചെയിൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പടമാണ് ഞാൻ കീ ചെയിൻ ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ വരച്ചതായിരുന്നുകൊണ്ട് അതിൻ്റെ മുകളിലൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണ്, അതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എയർ ബബിൾസ് ഒന്നും വരാതെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഇമേജ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയാണ് ഗ്ലൂ ഗണ്ണിൻ്റെ പരിപാടി. അപ്പോൾ അതേ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ എന്നൊക്കെ പറയും. ഈ ബട്ടർ പേപ്പറിൻ്റെ മേളിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഈ ഗ്ലൂ ഗൺ ഒന്ന് ആക്കി കൊടുക്കാം. ഇതൊരു സ്ക്വയർ പോലത്തെ ഷേപ്പിൽ ഞാൻ 2 പീസാണ് ഇപ്പം ഗ്ലൂ ഗൺ ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുള്ളവരൊക്കെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ആ വീഡിയോയിൽ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഗ്ലൂ സ്റ്റിക്ക് തീരാറാകുമ്പോൾ ഇതേപോലെ നമ്മൾ അടുത്തത് വെച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അന്നത് തീർന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞാനത് തീർന്നപ്പോൾ തന്നെ അടുത്തത് അതിൻ്റെ പുറകിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല അത് തീർന്നു പോണത്. തീർന്ന് കഴിഞ്ഞിട്ട് പിന്നെ വെക്കുന്നതിലും നമ്മുടെ ഈ ഗ്ലൂ ഗണ്ണിന് കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ ഇത് വെച്ചിട്ട് പിന്നെ വലിച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ. ഈ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ അതേ കണ്ടോ, ഇതേപോലെ 2 പീസസ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഷേപ്പ് ഇങ്ങനെ തന്നെ വരണമെന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്നിങ്ങനെ ആ പേപ്പർ അടച്ചു വെക്കുക. എന്നിട്ട് നല്ല ചൂടായിരിക്കുന്ന ഒരു അയൺ ബോക്സ് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ എന്താണ് പറ്റണമെന്ന് വെച്ചാൽ ആ ഗ്ലൂ അവിടെ മെൽറ്റ് ആവുകയാണ്. മെൽറ്റായിട്ട് അത് കറക്റ്റ് ഷേപ്പിലേക്ക് ഇങ്ങനെ നല്ല ഒരു ഫ്ലാറ്റ് ഷേപ്പിലേക്ക് അത് കിട്ടും. 2 സൈഡും ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2 സൈഡും ഒരേപോലെ നല്ല ലെവലിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് കൈയൊന്നും അതിൽ വെച്ച് നോക്കരുത് കേട്ടോ, നല്ല ചൂടായിട്ടിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഒരുപാട് കുട്ടികൾ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നോക്കിയിട്ട് അവർ ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ചിലർ പറയാറുണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ഒരേ ലെവലിലായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല തണുത്ത് കിട്ടും. ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ മാത്രം, അതായത് ആ ഗ്ലൂ ഉണങ്ങി കഴിയുമ്പോൾ മാത്രം ഇത് പൊളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ഇതേപോലെ 2 പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒടിച്ചാലോ മടക്കിയാലോ ഒന്നും അങ്ങനെ ഒടിഞ്ഞു പോകില്ല കേട്ടോ, പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ബട്ടർ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ആ ഒരു ഇമേജ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത പീസ് വെക്കാം. എന്നിട്ട് ഇതും നേരത്തെ പോലെ നന്നായിട്ടൊന്നിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരൊറ്റ പീസായിട്ട് അങ്ങ് ഒട്ടിയിരുന്നോളും. എന്നിട്ട് നമുക്ക് അത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു പരീക്ഷണം കൂടി നടത്തിയായിരുന്നു കേട്ടോ. പക്ഷെ അത് സംഗതി ഫ്ലോപ്പായി പോയി. എന്താണ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു കിളിയുടെ പടം നമ്മളുടെ വീഡിയോസ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടാകും. അതായത് ഞാൻ നമ്മളുടെ ആ ഒരു മെഹന്തി ഇട്ട ഒരു വീഡിയോയിൽ കണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ വേറെ വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാം ക്രാഫ്റ്റ് റിലേറ്റഡ് ആണ് കേട്ടോ. ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ആ പേപ്പർ ഇങ്ങനെ പയ്യെ ശ്രദ്ധിച്ച് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. ഇത് ശരിക്കും ബട്ടർ പേപ്പർ ആണോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മൾ ഈ സാരിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടൂലേ, അതിൻ്റെ അകത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ടൊരു പേപ്പർ, ആ പേപ്പറാണ് ഈ പേപ്പർ. അപ്പോൾ നമ്മൾ ഒരു സാധനം വേസ്റ്റായിട്ട് കളയാൻ പാടില്ല എന്നാണല്ലോ. ഞാൻ മാക്സിമം എനിക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ബട്ടർ പേപ്പർ പോലെ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ഈ പേപ്പർ മാറ്റി കഴിഞ്ഞിട്ട് ഞാനത് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കത്രികയും അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലേഡൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് കട്ടിയൊന്നും ഇല്ലല്ലോ ഇതിന്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് മേളിൽ ഒരു ചെറിയൊരു പോർഷൻ വെച്ചിട്ടോ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അതായത് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അറ്റമൊക്കെ ചിലപ്പോൾ കടിച്ച് പറിച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു ചൂടായ അൺബോക്സിൻ്റെ മേളിൽ വെച്ച് കൊടുത്തൊരു ബ്ലേഡാണ് കേട്ടോ ഇത്. ആ ബ്ലേഡ് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല കറക്റ്റ് ഷേപ്പിൽ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും ഇത് കാണാനായിട്ട്. ഇനി കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് അതിൻ്റെ മേളിൽ ഇതേപോലത്തെ വെള്ളം പോലെ ഇരിക്കുന്ന നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അതൊന്ന് അടിച്ചു കൊടുക്കുകയാണേ. ഇനി ഇതെല്ലാന്നുണ്ടെങ്കിൽ വാർണിഷ് അടിച്ചാലും മതിയായിരിക്കും. ഞാൻ പക്ഷേ ഇതാണ് കേട്ടോ അടിച്ചത്. അപ്പോൾ നല്ലൊരു തിളക്കമാണത് കാണാനായിട്ട്.
ഇനി അതിൻ്റെ മേളിൽ എന്തെങ്കിലും പിന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കീച്ചെയിൻ റെഡി ആയിട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചെയ്ത് നോക്കിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിപ്പൂ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പൂ എടുത്തു. അത് ഇതേപോലെ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് വെച്ച് ചെയ്ത് നോക്കി. പക്ഷെ അത് ഫ്ലോപ്പായിപ്പോയി. കാരണം അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവാണല്ലോ. ആ ചൂടങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പൂ വാടിയിട്ടാകെ ഇതായിപ്പോയി. അപ്പോൾ അത് ഡ്രൈ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പഴയൊരു ബ്രേസ്ലെറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.